എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കൊരു ക്രിസ്മസ് സ്പെഷ്യൽ, എന്തായാലും മറ്റന്നാളൊരു ക്രിസ്മസ് അല്ലേ, അപ്പോൾ ഒരു പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു അടികട്ടിയുള്ളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. പാത്രത്തിലേക്ക് 1 കപ്പ് പഞ്ചസാര അതിന് മൊത്തത്തിൽ വേണ്ടത്. ഞാനിപ്പോൾ 1/2 കപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഉരുക്കിയെടുക്കണം. ഉരുക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത്രയും അറിയുന്ന ഒരാളാണെങ്കിൽ മാത്രം, അല്ലാത്തവർക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതാ നല്ലോണം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. പഞ്ചസാരയെല്ലാം ഏകദേശം ഉരുക്കിനെ കണ്ട സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു കറുപ്പ് നിറം വരുന്ന, അത് നല്ല കാപ്പി കളർ, അതായത് കാപ്പിപ്പൊടീൻ്റെ കളർ തന്നെ ആയി വരണം, എന്നാലാണ് കേക്കിന് നമ്മൾ വിചാരിച്ച കളർ കിട്ടുള്ളൂ. ഇപ്പം എല്ലാവരും ഇൻസ്റ്റൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ, അപ്പോൾ ഇത് എല്ലാം ഇൻസ്റ്റൻ്റ് തന്നെ. അപ്പോൾ ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അത് വളരെ ശ്രദ്ധിച്ചിട്ട് ഒഴിക്കണേ, കുറേശ്ശേ ഒഴിക്കാവോ, കണ്ടാവോ ആവി ഇങ്ങോട്ട് വരുന്ന ഇതിങ്ങനെ ഒഴിച്ചിട്ട് ഈ വെള്ളം ഒന്ന് തിളക്കണം. ഇതിലാണ് നമ്മളെ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കുതിർത്തെടുക്കുന്നത്. അത് ശരിക്കും 1 മാസം മുന്നേ എല്ലാവരും ഡിപ്പ് ചെയ്ത് വെക്കും. നമുക്ക് അതിനൊന്നും നേരമില്ലല്ലോ, അപ്പം ഇങ്ങനെ അങ്ങ് ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ കണ്ടോ, എന്നിട്ട് ഇതൊന്ന് തിളക്കട്ടെ. അന്നേരം ഹൈ ഫ്ലെയിമിലിട്ടോളി, പെട്ടെന്ന് തിളച്ച് കിട്ടും. ഇനി അത് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ 1/2 കപ്പ് മുന്തിരി, കറുത്ത മുന്തിരിയും 1/2 കപ്പ് മറ്റേ സാധാരണ നമ്മൾ പിന്നെ മഞ്ഞ കളറിലുള്ളതല്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട്, മുന്തിരി വളരെ ശ്രദ്ധിക്കണേ, കുരു ഇല്ലാത്തത് ഇടണേ, കറുത്ത മുന്തിരി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 10-12 ചെറിയ മുറിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ 3 തരം ടൂട്ടി ഫ്രൂട്ടി, അത് ഒരു പാക്കറ്റിൽ കിട്ടുന്നതാണ്, എല്ലാം കൂടിയും വാങ്ങിയതാണ്. അപ്പോൾ അത് 3 കളർ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നല്ലോണം ഒന്ന് തിളച്ച് ആ വെള്ളം ഒന്ന് വറ്റി വരണം. അതാ നല്ലോണം വറ്റി വരുന്ന സമയത്ത് ഒരു 2 പിഞ്ച് പട്ട പൊടിച്ചത് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി, എന്നാൽ നല്ലോണം ആ മുന്തിരിയെല്ലാം നല്ലോണം അങ്ങ് വീർത്ത് വരും. ഈ വെള്ളം വല്ലാണ്ടങ്ങ് വറ്റിപ്പോവുകയില്ല, തീർത്ത് വറ്റിപ്പോറ്. കുറച്ച് വെള്ളം എന്നാൽ വേണം താനും. കണ്ട നല്ലൊരു തേനിനെ പോലെ. ഇനി അത് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പഞ്ചസാര ഉണ്ടല്ലോ, നമ്മൾ 1/2 കപ്പ് പഞ്ചസാര, അതൊന്ന് പൊടിച്ചെടുക്കാം. അത് പൊടിച്ചെടുത്തിട്ടുണ്ട്, അത് മാറ്റി വെച്ചിരുന്നു, അതവിടെ നിൽക്കട്ടെ. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം നമുക്ക്. ആദ്യം ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഈ സമയത്ത് ഉപ്പ് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ, ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചതായതുകൊണ്ട് ഈ അരിപ്പയെ കൂടി വീഴില്ലേ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 3 സാധനങ്ങൾ മാത്രം ഒന്നിച്ച് അരിച്ച് 3 പ്രാവശ്യം അരിക്കണേ, എന്നാൽ മാത്രമേ മൊത്തത്തിൽ എല്ലാവരുടെയും മിക്സ് ആവുള്ളൂ. എടുത്തു വെച്ചിട്ടുണ്ട്, അത് 3 പ്രാവശ്യം അരിച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ മുട്ട പൊട്ടിച്ച് മിക്സി ജാറിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 6 മിക്സി ജാറിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം, വെള്ളത്തിന് നനവ് ഒട്ടും ഉണ്ടാവാൻ പാടില്ല. 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം കുറഞ്ഞു പോയാൽ ചിലപ്പോൾ മുട്ടേൻ്റെ മണം വല്ലാണ്ടുണ്ടാവും. അപ്പോൾ അത് 2 കൂടെ നല്ലോണം ഒന്ന് നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ച് നൊര വന്ന് കണ്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 നുള്ളു ഉപ്പ്, പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, അതും കൂടി ഇതിലിട്ട് കൊടുക്കാം. ഇതും അതേപോലെ പിന്നെയും ഒന്നും കൂടി ഹൈ സ്പീഡിലൊന്ന് അടിച്ചെടുക്കാം. അതാ അതും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ബട്ടർ ചേർക്കാം. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഭയങ്കരമായിട്ട് അടിക്കുന്നൊന്നുമില്ല, ഒന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഓവൻ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം.
ഇതാ ഒരു പാത്രം ഇങ്ങനെ വെച്ചിട്ട് സ്റ്റൗ കത്തിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂടിയും വെച്ചിട്ട് അതവിടുന്ന് ഒരു 10 മിനിറ്റ് ചൂടാകട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് മറ്റേ എല്ലാം മിക്സ് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അത് അടുപ്പത്തുണ്ട്. ഇനി നമ്മൾ കേക്കിൻ്റെ ട്രേ ഒന്ന് റെഡിയാക്കാം. അതിൽ ബട്ടർ പേപ്പർ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിലോ ഗീയോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ചുറ്റും. എല്ലാം ബ്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം നല്ല തണുത്ത് വന്നിട്ടുണ്ട്, കണ്ടോ, നല്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തോലാണ് ഇട്ട് കൊടുത്തത്. അത് ഫ്രഷായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. മേലെ ഈ ഓറഞ്ച് കളർ മാത്രം, വെള്ള കളറ് വരാണ്ട് നോക്കണേ, ഇല്ലേ കയ്പ്പ് വന്നാൽ. അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലിനി നമ്മൾ ഗ്രാമ്പൂവിൻ്റെ പൊടി 1/2 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചത്, ഗ്രാമ്പൂ ഒറ്റക്ക് മാത്രമാണ്. അതേപോലെ 1/4 ടീസ്പൂൺ പട്ടയും രണ്ടും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മണം എല്ലായിടെയും എത്തണം, ഓറഞ്ചിൻ്റെ ഗ്രാമ്പൂവിൻ്റെ പട്ടേൻ്റെ എല്ലായിടെയും എത്തുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മിക്സിയിൽ നമ്മൾ അടിച്ച് വെച്ചിട്ടില്ല, ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും അതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ശേഷമാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് 3 പ്രാവശ്യം അരിച്ചത് കൊണ്ട് അതും എല്ലാം നല്ല മിക്സായിട്ടാണ് ഉള്ളത്. അതിനി ഇതിലൊന്ന് മിക്സ് ആവുകയേ വേണ്ടു. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ കട്ട പിടിച്ചൊന്നും പോവില്ല. നല്ലോണം മേലെ നല്ല മണം വരുന്നുണ്ട്. ക്രിസ്ത്യൻസിൻ്റെ വീട്ടിൽ നിന്നെല്ലാം എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. നല്ലൊരു മണമായി ഇതിനുണ്ടാവും. ഈ സമയത്ത് തന്നെ നല്ലൊരു മണമാണ്. പിന്നെ വേവാൻ തുടങ്ങിയാലും പിന്നെ പറയണ്ട. നല്ലോണം മിക്സായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വീട്ടിലുള്ളത് കൊണ്ട് ചേർക്കുന്നതാണേ. 2 ടേബിൾ സ്പൂൺ ബദാം, 1 ടേബിൾ സ്പൂൺ പിസ്ത, പിന്നെ 1/4 കപ്പ് അണ്ടിപ്പരിപ്പ്. ഇതെല്ലാം കൂടി ഇതിൽ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്തിട്ടാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് കൂട്ട് നല്ല പാകത്തിനായി വരും. കണ്ടോ, കുറച്ച് കട്ടിയിലായി കൂട്ടുണ്ടാവുക. ഇതിൻ്റെ അധികം വെള്ളമൊന്നും ആയിപ്പോണ്ട, കറക്റ്റാണ്. റെഡിയായി. ഇനി നമുക്ക് കേക്കിൻ്റെ ട്രേയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതൊന്ന് സ്ക്വയർ വെച്ചിട്ട് ബബിൾസ് എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് ഒന്ന് അങ്ങനെ വരഞ്ഞു കൊടുക്കാം. അതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ഓവനിലേക്ക് വെച്ച് കൊടുക്കുക. ഓവൻ നല്ലോണം ചൂടായി വരുന്നുണ്ട്. ഉണ്ടോ, പുറത്തെന്തല്ലോ ആരോ വീട് കാലിയാക്കുന്നിട്ടുണ്ട്, ഭയങ്കര ഒച്ചപ്പാടാണ്. ഇനി ഇതൊന്ന് അലങ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഒരു ഭംഗി. ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ട്രേ വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് ഓടിപ്പോകുന്നതിനൊരു ഉരളും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3/4 മണിക്കൂർ ആവട്ടെ. 3/4 മണിക്കൂർ ആയതിന് ശേഷം ഉള്ളതാണ് ഇത്. അപ്പം ഒന്ന് കുത്തി നോക്കാം. പോരാ, ഒന്നും കൂടി മൂടിയിട്ടിട്ട് ഒരു 15 മിനിറ്റും കൂടി വെക്കണം. അതവിടെ നിൽക്കട്ടെ. പതിനഞ്ച് മിനിറ്റും കൂടി ആയിട്ടുണ്ട്. 45 15 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നല്ലോണം വെന്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല മണമുണ്ട് കേട്ടോ, കണ്ടോ, ഇല്ല ഒട്ടി പിടിക്കുന്നൊന്നുമില്ല, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് എടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ആറിയതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം. കണ്ടോ, ഡീമോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ചൂടുണ്ടേ, നല്ല ചൂടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലോ ഇനി എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നാൽ
ആറിയ പോലെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇതിപ്പോൾ തണിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാനിത് മുറിക്കുന്നത്. നല്ലോണം തണിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി നട്ടി കേക്ക് റെഡി. എല്ലാവരും എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.